പുതിയതായിട്ട് ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഒരുപാട് പ്രതീക്ഷകളായിട്ട് വോട്ട് ചെയ്ത ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ ആ ജനങ്ങൾക്ക് ഇടയിൽ ആദ്യമായിട്ടൊരു വിള്ളലേൽപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഭരണത്തിൽ കയറുന്നതിന് മുൻപേ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭരണത്തിൽ കയറിയപ്പോൾ പറഞ്ഞ കാര്യം മറന്നു. പകരം എന്താ പറയുക, അതിനായിട്ട് ഇപ്പോൾ സ്പെഷ്യൽ ബസ്സുണ്ട്, അതിൽ മാത്രം കയറിയാൽ മതി, പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മലക്കം പറഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും പോസിബിൾ അല്ല എന്നുള്ളത് നേരത്തെ അറിയാം. എന്നാൽ പോലും ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിട്ട് വോട്ട് നേടേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. നിലവിൽ നമുക്കൊരു നിയമം കൊണ്ടുവന്നത് നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കും അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും നമ്മുടെ KSRTC പോലെയുള്ള ഗവൺമെൻറ് വാഹനങ്ങളിൽ സൗജന്യ യാത്ര ഒരുക്കിയാൽ ഒന്നുകൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ ജനങ്ങൾക്കും, ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ജനങ്ങൾക്കും വീടുകൾ വെച്ച് കൊടുത്തു ഗവൺമെൻറ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ അച്ചാൻസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഷെഡ് കെട്ടി താമസിക്കുന്ന പല ആളുകളെക്കുറിച്ചും അദ്ദേഹം പറയുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെയൊന്നും നമ്മുടെ പഞ്ചായത്ത് അതുപോലെ ഗവൺമെൻറ് തലത്തിലുള്ള ആളുകളൊന്നും കാണുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് എന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വാടകയ്ക്കും അതുപോലെ ഇങ്ങനെ ഷെഡ് കെട്ടി താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ പീഡികത്തിണ്ണയിലും വരാന്തകളിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മൾ പലയിടങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ. അത്തരം ഒരവസ്ഥകൾ മാറണം എന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പാലങ്ങൾ പണിയാനും ബിൽഡിങ്ങുകൾ പണിയാനും സ്കൂൾ പുതുക്കി പണിയാനും എന്താ പറയുക, മന്ദിരങ്ങൾ നല്ല രീതിയിൽ പടുത്തുയർത്താനൊക്കെ വേണ്ടി 1 കോടിയുടെയും 2 കോടിയും 3 കോടിയുടെയൊക്കെ കണക്ക് പറയുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിരിയാണ് വരാറ്. ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മോഡിഫിക്കേഷന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് കോടികൾ ചിലവാക്കുന്ന പല ആളുകളും പല ഗവൺമെൻറ്റും നമ്മളോട് മാറി മാറി വന്നിട്ടുണ്ട്. അപ്പം അത്തരം ചിന്താഗതികൾ മാറ്റി സമൂഹത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങിച്ചെന്ന് കൃത്യമായ സർവേ നടത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. പുതിയ ഗവൺമെൻറ്റിനോട് എനിക്കുള്ള റിക്വസ്റ്റ് ഈ ഒരു കാര്യം മാത്രമാണ്. അത് നിങ്ങളുടെ പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ഹാവ് എ നൈസ് ഡേ.